Good morning, dear students. Today I am going to discuss about the various aspects of complex reaction. First of all, the definition. A complex reaction is that reaction which takes place in more than one elementary steps, or that a reaction which takes place in more than one step, 2, 3, 4, 5, etc. So such a reaction are called complex reaction. It consists of more than one elementary steps. Okay, then a reaction seems to be complex. That is, the case of a complex reaction, the order and molecularity do not agree with each other. ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ കോംപ്ലക്സ് ആണെങ്കിൽ അതിന്റെ ഓർഡറും മോളിക്കുലാരിറ്റി ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എഗ്രി ചെയ്തില്ല, അതാണ് തെളിവ്. ഇനി ഈ റിയാക്ഷനെ സംബന്ധിച്ച് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഓക്കെ ഏത് സ്റ്റെപ്പാണോ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് അതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ദാറ്റ് ഡിറ്റർമിൻ ദ ഓവറോൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഓക്കെ, ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ മോർ ദാൻ വൺ എലമെന്ററി സ്റ്റെപ്പ്. അതിലെ ഓർഡർ എന്ന് പറയുന്നത് the number of molecules which take part in the slowest step, which is the rate determining step. And the molecularity എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോ എലമെന്റ് സ്റ്റെപ്പിലുള്ള മോളിക്യൂളിന്റെ എണ്ണം അതിന്റെ മോളിക്കുലാരിറ്റി ആയിട്ട് എടുക്കുന്നു. എന്നാൽ ഓർഡർ എന്ന് പറയുന്നത് the number of molecules which take part in the slowest step out of the various steps. ഇനി വേറൊരു പ്രഡിക്ഷൻ ഉണ്ട്. ഒരു കോംപ്ലക്സ് റിയാക്ഷൻ നടക്കുന്നത് ഒരു ട്രാൻസിയന്റ് സ്പീഷീസ് ആയ ഇന്റർമീഡിയറ്റിൽ കൂടിയാണ്. ഒരു ഡയറക്റ്റ് ആയിട്ടല്ല ഒരു കോംപ്ലക്സ് റിയാക്ഷൻ പ്രൊഡക്റ്റായി മാറുന്നത്. എല്ലായ്പ്പോഴും അതൊരു ട്രാൻസിയന്റ് സ്പീഷീസ് ആയ ഒരു ഷോർട്ട് ലിവ്ഡ് ട്രാൻസിയന്റ് സ്പീഷീസ് ആയ ഇന്റർമീഡിയറ്റിൽ കൂടിയാണ് ഒരു കോംപ്ലക്സ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇത്രയും നമുക്കൊന്ന് ഓർത്തിരിക്കുക. ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. സോ കോംപ്ലക്സ് റിയാക്ഷൻ ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻടു four types. One, നാലാം ക്ലാസ്സിൽ ഒന്ന് റിവേഴ്സ് അഥവാ ഒപ്പോസിംഗ് റിയാക്ഷൻ. റിവേഴ്സ് നിങ്ങൾ അറിയുന്ന റിവേഴ്സിബിൾ റിയാക്ഷൻ, അതിന്റെ ഒപ്പോസിംഗ് റിയാക്ഷൻ. രണ്ട്, ദാറ്റ് ഈസ് കോൺസിക്യൂട്ടീവ് റിയാക്ഷൻ. മൂന്ന്, ദാറ്റ് ഈസ് പാരലൽ അഥവാ സൈഡ് റിയാക്ഷൻ. or side reaction. Organic chemistry നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്നതാണ് parallel reaction. Then four, the special case, that is the chain reaction. Is a very complex, highly complex reaction ആണ് chain reaction. ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാതിന്റെ കൈനറ്റിക്സ് ആസ്പെക്ട് ഒരുപാടൊന്നും പഠിക്കേണ്ട, ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചത്. ഓരോന്നിന്റെയും ഡെഫിനിഷൻ, എക്സാമ്പിൾ, അതിന്റെ ഫിഗറോ അല്ലെങ്കിൽ ഇക്വേഷനോ ഉണ്ടെങ്കിൽ മാത്രം. ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ, opposing reaction. Say a reversible or opposing reaction is a reaction which takes place in both direction. Forward direction backward directionലേക്കും നടക്കുന്ന ഒരു റിയാക്ഷനെയാണ് നമ്മൾ opposing അഥവാ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ടിപ്പിക്കൽ ഇങ്ങനെയാണ്: A reversibly giving B. This is the K1, the rate constant, and backward is K inverse 1. ഇങ്ങനെയാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. It seems that it is assumed that a reversible reaction does not go to the state of completion. Instead, it attains a state of equilibrium. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കേസാണ്. റിവേഴ്സിബിൾ റിയാക്ഷനെ കൺസെപ്റ്റ് എന്ന് പറയുന്ന കംപ്ലീഷൻ ഒരു കൺസെപ്റ്റ് ഇല്ല, അവിടെ ഇക്വിലിബ്രിയം എന്നൊരു കൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എത്തുന്നത്. ഇതേ സംബന്ധിച്ച് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന മിക്കവാറും എല്ലാ റിയാക്ഷനെയും ക്ലോസ് വേഴ്സിനെ നടത്തി കഴിഞ്ഞാൽ റിവേഴ്സിബിൾ ആകും. N2 plus 3H2 giving 2NH3, 2SO2 plus O2 giving 2SO3, H2 plus I2 giving 2H. ഇത് ആരും നിങ്ങളുടെ എക്സാമ്പിൾ ചോദിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഇത്രയാണ് നമ്മൾ പറയാനുള്ളത്. ഇനി ഇതിനെ സംബന്ധിച്ച് ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ദ ഗ്രാഫിക്കലി എങ്ങനെയാണ്, ഇഫ് യു പ്ലോട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്, രണ്ടും ഇതിനകത്തുണ്ട്. റിയാക്ടൻസ് ആൻഡ് പ്രോഡക്റ്റ് against the time. The famous graph is like the initial constant. We are taking the reactants, its concentration diminishes, okay, going on diminishes and reaches a particular constant value. The case of products is concentration increases, zero initially, going increases as time increases, and it going on increases finally reaches a steady value. At equilibrium, this is the equilibrium stage. At equilibrium, the concentration of the reactant and the concentration of product that is going on changes, remain constant, does not changes.
That is called equilibrium. With respect to time, the concentration of reactant product remain constant, so that ratio K, the ratio of the concentration of products divided by the concentration of the reactant. അതിനെയാണ് നമ്മൾ equilibrium constant എന്ന് അറിയപ്പെടുന്നത്. K equilibrium. Equilibrium constant നമ്മൾ എടുക്കുക. Concentration of products divided by product ഇത് reactant ആണ്. So as the time, with respect to time, because there is no change in the concentration of both products and the reactant, that stage is called equilibrium stage, so that the concentration of the product divided by the concentration of the reactant is always a constant at constant temperature, that is called equilibrium constant. If the temperature remains constant, you always have a constant value, that is equilibrium constant. This is the graphical rotation of C versus T for a reversible reaction or opposing reaction. And just for a kinetic aspect, you have to know the value of K1 and K inverse 1. That is K1 is നമ്മുടെ റിയാക്ഷൻ സീരീസ് നിങ്ങൾ കാണപ്പാട് പഠിച്ചേക്കുക. ഞാൻ മുമ്പ് എഴുതിയ ഇക്വേഷൻ അനുസരിച്ച് K1 of the reversible reaction is equal to Xe divided by AT ln Xc by, okay, Xc by Xe minus X. ഇങ്ങനെ ഇക്വേഷൻ പഠിക്കുക. where Xc is the equilibrium constant, A is the concentration, initial concentration, T is the time, and X is the amount of air reacted undergoing reaction. ഇതാണ് ഒന്ന്. ഇനി അടുത്ത വേറെ ഇക്വേഷൻ ഉണ്ട്. K1 plus K inverse 1. K1 plus K inverse 1 is equal to 1 by T ln Xc by Xc minus X. ഇതൊരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിന്റെ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് ലൈക്ക് എ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക് ഇക്വേഷൻ ആണ്. This is an equation. ഇതൊന്ന് നിങ്ങൾ പഠിച്ചേക്കുക. So for a reversible reaction, K1 plus K inverse 1 is equal to 1 by T ln Xc minus Xc divided by Xc minus X. Okay, 1 by T ln Xc divided by Xc minus X, where X is the equilibrium concentration, okay, and X is the concentration of the amount of A that undergone reaction. അല്ലെങ്കിൽ X എന്ന് പറയുന്നത് X equilibrium equilibrium concentration ആണ്. X എന്ന് പറയുന്നത് that undergone reaction at any time T. അത് നിങ്ങൾ ഓർത്തിരിക്കുക. Then next is, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. Then next is consecutive reaction. എന്താണ് consecutive reaction? That is a reaction which takes place by more than 2 steps. ഒന്നിൽ കൂടുതൽ രണ്ടോ മൂന്നോ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനെയാണ് which takes place, that is consecutive reaction. A reaction which takes place in 2 or more steps, one after another. It takes place by 2 or more steps, one after another, is called a consecutive reaction. Consecutive reaction is a reaction which takes place by 2 or more steps. Steps, that is steps, one after another. One after another. നമ്മുടെ നെക്സ്റ്റ് എക്സാമ്പിൾ ചെയ്യാൻ കൊടുക്കാം. A giving B, B giving C, like this. For the reaction ഇത് K1, ഇത് K2. So in this case we have ഒരുപാട് എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം. അതിന് മുമ്പ് അതിന്റെ ഒരു കൈനറ്റിക് ഫിഗർ ഇങ്ങനെ വരും. This is the concentration, this is the time, this is the time. The plot of concentration versus time of a consecutive reaction is like this. The concentration of reactant A, okay, this is the reactant A, and this is the concentration of products. You have to remember, this is the concentration of the product. Finally, first increase slowly, reaches a maximum, thereafter decrease and remains steady for a while. And this is the concentration of the products. See, final product is like this. Okay, that's ഇതാണ് ഒരു concentration time profile of complex consecutive reaction is like this. The decreasing concentration for A, this is a slight increase from 0, which is a maximum buildup. Thereafter it is decreases and then remain steady for a while. That for B, then the concentration C going on increases with the increase of time as the product.
And the example of such a reaction are oxidation of alcohol. You remember CH3, CH2, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് ഓക്സിഡൈസ് അസറ്റാൽഡിഹൈഡ് CH3, CHO. ഇത് വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? അസറ്റിക് ആസിഡ് CH3, COH. ഓക്കെ, ദിസ് കോൺസിക്യൂട്ടീവ് റിയാക്ഷൻ. പിന്നെ നമുക്ക് പറയാവുന്ന എക്സാമ്പിൾ ബെൻസൈൽ ക്ലോറൈഡ്. ബെൻസൈൽ ക്ലോറൈഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. C6H5CH2Cl. Then undergo oxidation with the alkaline KMnO4. Alkaline KMnO4 oxidation നടത്തി കഴിഞ്ഞാൽ സിന്തസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് ബെൻസോയിക് ആസിഡിന്. It oxidates to benzyl. Okay, benzyl alcohol CH3, CH2OH, which again oxidizes to benzyl aldehyde C6H5CHO, and finally it is oxidized to benzoic acid. Benzoic acid. ഒരു കോൺസിക്യൂട്ടീവ് റിയാക്ഷൻ ആണ്. 1, 2, 3 സ്റ്റെപ്പുകളുള്ള. ഓക്കെ, then this is oxidation of that is benzyl alcohol. ഇതുപോലെ benzyl alcohol, benzaldehyde, then benzoic acid C6H5CH2OH. One oxidated CHO. This is an example of alkaline KMnO4 then. Okay, CH3, C6H5CHO, which an oxidation gives C6H5COH. Benzoic. This is example. നിങ്ങളൊന്ന് എക്സാമ്പിൾ കൊടുത്തിരുന്നാൽ മതി. ബേസിക്കാരെ സംബന്ധിച്ച് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിരിക്കുക. കൈനറ്റിക്സ് വളരെ ബുദ്ധിമുട്ടാണ്, ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല. നെക്സ്റ്റ് ഈസ് മൂന്നാമത്തേതാണ്. That is third example, that is a parallel reaction. That is a reaction which takes place in which a reactant is converted to two products or two or more products at the same time by reacting with a particular reactant. So a reaction in which more than one product is produced. Okay, at the same time, that reaction is called a side or parallel reaction. In that case, the major, that is the product that is produced in large quantity is called major products, while the product which is produced in the smaller amount is called minor products. Always you are to competitive reaction. The nucleophilic substitution reaction is competed by the elimination reaction. അതായത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എലിമിനേഷൻ എപ്പോഴും ഒരു പാരലൽ റിയാക്ഷൻ ആയി പോകാറുണ്ട്. പിന്നെയുള്ള നിങ്ങൾ പഠിച്ചു ബെൻസീൻ റിങ്ങിലേക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ബെൻസീൻ, നൈട്രേഷൻ ഓഫ് ബെൻസീൻ. ബെൻസീനെ നൈട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓർത്തോ നൈട്രോ ബെൻസിൻ കിട്ടുന്നുണ്ട്, പാരനൈട്രോ ബെൻസിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫീനോളിനെ നൈട്രേഷൻ നടത്തിയാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പാരാനൈട്രോഫീനോൾ കിട്ടുന്നുണ്ട്, ഓർത്തോ നൈട്രോഫീനോൾ കിട്ടുന്നുണ്ട്. ഡിഫറെന്റ് റേഷ്യോ, ഓർത്തോ നിയർലി 20% ആൻഡ് പാരാ നിയർലി 80%. സോ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്. സോ നമ്മുടെ ഇതാണ് എ റിയാക്റ്റീവ് ഗിവ്സ് ബി ആൻഡ് സി the rate constant K1 and K2. Such a reaction in which a particular reaction is converted into two different products. Such a reaction are called parallel reaction. So the rate of the reaction is minus dA by dt is equal to K1 into, okay, the rate of formation plus dB by dt is equal to K1 into A nella. Similarly, plus dCc by dt is equal to K2 into A nella. So the rate of formation of A divided by rate of formation of B എന്ന് പറയുന്നത് K1 by K2 ആയിരിക്കും. Okay, that is dCA by dCb by dt divided by dCc by dt is equal to K1 by K2 എന്ന റേഷ്യോ കിട്ടും. ഇതാണ് എക്സാമ്പിൾ. നമുക്ക് ടിപ്പിക്കൽ എക്സാമ്പിൾ കൊടുത്തിരുന്നാൽ മതി. എക്സാമ്പിൾ ഓഫ് സൈഡ് റിയാക്ഷനാണ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന എലിമിനേഷൻ എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഹൈഡ്രജൻ ഹാലൈസ് എടുത്താൽ മതി. അതായത് ക്ലോറോ CH3 ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ് CH3Cl 2 propane, so 2 chloropropane, which on reaction with the aqueous alcoholic
aqueous, alcoholic, KOH. എന്താ നോക്കൂ, we have two products. We have two products. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CH3, CH, OH, CH3. Then അടുത്ത എന്താണ് CH3, CH, ഡബിൾ ബോണ്ട് CH2. ഇങ്ങനെ രണ്ട് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ഇത് ബീറ്റ എലിമിനേഷൻ വഴി പ്രൊപ്പീനും 20%, this is a minor product, while substitution വഴി ക്ലോറിനെ OH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 2-propanol 80% കിട്ടും. ഇത് എക്സാമ്പിൾ. പിന്നെ നിങ്ങൾക്ക് ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് വരിക, പ്ലസ് HNO3, നൈട്രിക് ആസിഡ്, ദാറ്റ് ഈസ് നൈട്രേറ്റിംഗ് മിക്സറാണ്. ഇതെല്ലാം കോൺസെൻട്രേറ്റ് ആണ് കേട്ടോ, കോൺസെൻട്രേറ്റഡ് നൈട്രേറ്റിംഗ് മിക്സർ. വി ഹാവ് ഇത് കിട്ടുന്നുണ്ട്, രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്, NO2 പ്ലസ് one is NO2. This is 80%, this is 20%. So for example, now ethyl alcohol plus sulfuric acid. Olefin കിട്ടും, diethyl ether കിട്ടും. Olefin 80%, diethyl ether. That depends on the condition of the reaction. Okay, then ഞാൻ ഇത്ര നിങ്ങൾ ഈസി ആയിട്ടുള്ള ഓർത്തിരിക്കുക. This is the that is part reaction, and finally the chain reaction. നമുക്ക് പെട്ടെന്ന് chain reactionലേക്ക് പോകാം. 4 chain reaction. Chain reaction എന്ന് പറയുന്നത് that reaction in which it takes place in more than one step, large number of steps, through the formation of very reactive intermediate called atom or free radicals. അതാണ് a reaction in which a highly reactive intermediate species called atom or radicals are produced, so that the reaction takes place in a fast very quickly in large number of steps. അതാണ് ഒരുപാട് സ്റ്റെപ്പിലോ ടു റാപ്പിഡ് റേറ്റിൽ കുറേ സമയത്തേക്ക് നടക്കുന്ന റിയാക്ഷൻ. സോ എ റിയാക്ഷൻ ഇൻ വിച്ച് അത് കോൺസിക്യൂട്ടീവ് റിയാക്ഷൻ സ്പെഷ്യൽ കേസാണ്. എ റിയാക്ഷൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് large infinite number of steps through the formation of a very highly reactive species called atom or radical, so that the reaction takes place for a longer time very quickly or very fast rate. That's the definition. A chain reaction is a reaction which it takes place through the formation of a highly reactive intermediate called the atom or radical, which it takes place very quickly for a longer time and it consists of large number of steps. Okay, അപ്പോൾ ഇവിടുത്തെ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ആറ്റമോ റാഡിക്കലോ ആയിരിക്കും, ട്രാൻസിയന്റ് സ്പീഷീസ് ആണ്. ഇനി ഇതിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് ഗ്യാസ് ഫേസ് പൈറോളിസ് ഓഫ് ഹൈഡ്രോകാർബൺ, ആൽഡിഹൈഡ്, തെർമൽ ദാറ്റ് ഈസ് റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ, ഹൈഡ്രജൻ ഹാലൈഡ്. ഓർത്തിരിക്കുക, പൈറോളിസ് എന്നാണ് വിളിക്കുന്നത്, പൈറോളിസിസ്, അതായത് ഹൈ ടെമ്പറേച്ചർ ഹീറ്റിംഗ് ഓഫ് ഹൈഡ്രോകാർബൺ, ഓഫ് പൈറോളിസ് ഓഫ് hydrocarbon, then aldehyde, then thermal reaction of hydrogen and halogen, then photochemical reaction between hydrogen and argon. All these are example of that is the chain reactions. They are generally called polymerization എന്നാണ് അറിയപ്പെടുന്നത്. All these reactions are generally polymerization. Chain reaction polymerization reaction, and it is governed by a special mechanism called Rice-Hirschfeld mechanism. Rice-Hirschfeld, HRZ, Hirschfeld mechanism വഴിയാണ് നമുക്ക് explain ചെയ്യാൻ പറ്റുന്നത്. So the mechanism of a chain reaction can be explained by Rice and Hirschfeld. Yes, mechanism by Rice and Hirschfeld, which can go 4 steps. One is the chain initiation. Second, the chain initiation. Okay, and chain propagation. Then 3, chain retardation. ഇതെല്ലാ കേസും ഉണ്ടാകുന്നില്ല, ചെയിൻ റിട്ടാർഡേഷൻ. And 4 generally and chain termination. ഇതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ മെക്കാനിസം. ഓക്കെ, അതായത് ചെയിൻ ഇനിഷ്യേറ്റ് ചെയ്ത റാഡിക്കൽ വഴി ഇനിഷ്യേറ്റ് ചെയ്ത ശേഷം
ഫൈനൈറ്റ് പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് ഉണ്ടാകും. ഉണ്ടായി കഴിഞ്ഞാൽ ചെയിൻ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ്. അതിൽ ഇതാണ് റേറ്റ് ഡിറ്റർമിനേറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെയിൻ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് ആണ്. അതാണ് റിയാക്ഷനെ വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ത്രൂ ദ ഫോർമേഷൻ ഓഫ് ദ റാഡിക്കൽ. ഒരു ആക്റ്റീവ് സ്പീഷീസ് കോൾഡ് റാഡിക്കൽ റാഡിക്കൽ. റൈസ് ആൻഡ് എസ്റ്റ്ഫീൽഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ചെയ്ത ഒരു മെക്കാനിസമാണ്. അതുകൊണ്ട് ആ പേരിൽ തന്നെ അതിനെ അറിയപ്പെടുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വൺ ഈസ് ദാറ്റ് ഈസ് ദ ഇന്റർമീഡിയറ്റ് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ, ദ ഫോർമേഷൻ ഇന്റർമീഡിയറ്റ്. SSA theory. SSA theory. That is steady state approximation theory. Steady state approximation theory. ഈ തിയറി പറയുന്നതനുസരിച്ച് അതായത് കോംപ്ലക്സ് റിയാക്ഷൻ എപ്പോഴും നടക്കുന്നത് ഒരു ഇന്റർമീഡിയറ്റിൽ കൂടിയാണ്. ഒന്ന്, കോംപ്ലക്സ് റിയാക്ഷൻ always takes place through the formation of a transient species called intermediate. Okay, a complex reaction always takes place through the formation of a transient, short-lived species called intermediate. That is at the starting of the reaction, the concentration of the intermediate is very small, or a small amount of the intermediate is built up first, and its concentration gradually increases, reaches a maximum value. Thereafter, it will start to decompose into this. It will break into the products. Then, പതുക്കെ സ്റ്റാർട്ടിംഗ് റിയാക്ഷനിൽ ഇന്റർമീഡിയറ്റ് വളരെ ചെറുതായിട്ട് ഫോം ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് മാക്സിമം ആകുന്നു. അതായത് അല്പം കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അത് ബ്രേക്ക് ചെയ്യും. അത് കഴിയുമ്പോൾ എന്താണ്? at that stage the rate of formation of the intermediate is equal to rate of breakage of the intermediate. അതാണ്. That is plus di by dt is equal to minus di by dt, so that there is a constant concentration intermediate, so that the concentration intermediate is equal to a constant. That is after some period of time. You have to remember this is a graph I already mentioned about the consequent complex reaction. It's like this. That is a complex reaction. That is concentration. This is time. This is a reactant A, and this is the product B. You remember this is like this. ഇവിടെ എത്തിക്കഴിയുമ്പോൾ കോൺസ്റ്റന്റ് നിൽക്കുകയാണ്. സ്മോൾ ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ ദിസ് പ്രോഡക്റ്റ് സി. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്റർമീഡിയറ്റ്. ബി ആണ് ഐ, ദ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ എ ഗിവിംഗ് ബി and C is the intermediate I. അങ്ങനെ എടുത്തോളാം. So as the reaction proceeds, a small amount of the intermediate is produced first. It is gradually built up, reaches a maximum value, and it decomposes. It breaks into the products. A state is attained at which the rate of formation of the intermediate is equal to rate of disappearance or breakage of the intermediate, so that there is always a constant concentration of Y. That is called a steady state concentration of the intermediate. Therefore, at that stage, the differentiator di by dt is equal to 0. di by dt is equal to 0. The net rate of formation of the intermediate is equal to 0 at that steady state. This is not just like an equilibrium, but never called as an equilibrium. Steady state. It is steady state because the rate of formation of the intermediate is always equal to 0. The net rate of formation of the intermediate is 0 because I is equal to a constant. This is due to the fact that its rate of formation of the intermediate is equal to rate of disappearance. So that there is always at the steady state there is always a steady a small and steady amount of the intermediate there, and this is called the steady state approximation theory. And this is useful for determining the kinetics of a complex reaction. ഒരു കോംപ്ലക്സ് റിയാക്ഷന്റെ കൈനറ്റിക്സ് ഡീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തിയറിയാണ് ഇത്, കോംപ്ലക്സ് റിയാക്ഷന്റെ കൈനറ്റിക്സ്. അതായത് എഴുതിയിരിക്കുന്നതാണ് റേറ്റ് ഓഫ് എ കോംപ്ലക്സ് റിയാക്ഷൻ ഈസ് ഓൾവേസ് ടേക്കൺ ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഇന്റർമീഡിയറ്റ്. ഇന്റർമീഡിയറ്റിന്റെ കോൺസെൻട്രേഷൻ ആയിട്ടാണ് എപ്പോഴും എടുക്കുന്നത്. അവിടെ നമ്മൾ ഇന്റർമീഡിയറ്റ് കോൺസെൻട്രേഷൻ കാണാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നു. എന്താണ്? The rate of formation of the intermediate is equal to rate of disappearance of the intermediate, so that we can find out the net rate of formation of intermediate is equal to 0 because I is a constant. ഇത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ച ശേഷമാണ് ഇത് ഇന്റർമീഡിയറ്റ് കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് നമ്മൾ എക്സാമ്പിൾ പിന്നേക്ക് വരാം. എൻസൈം കറ്റാലിസിലേക്ക് വരുമ്പോൾ എക്സാമ്പിൾ ദാറ്റ് ഇസ് ദ കേസ്. അറിയുള്ളൂ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോംപ്ലക്സ് റിയാക്ഷനെ സംബന്ധിച്ച്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് മീ. ഇനി അടുത്ത നമുക്ക് എന്താ പഠിക്കാനുള്ളത്?
യെസ്, ലിൻഡെമാൻ തിയറി ഓഫ് യൂണിമോളിക്കുലർ റിയാക്ഷൻ ആണ് നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് മീ. താങ്ക് യു.